ഓരോ 4 പുരുഷന്മാർക്കിടയിലും ഓരോ 5 സ്ത്രീകൾക്കും വരുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ലോകത്തെമ്പാടും ഒരു 4.5 കോടിയോളം ആളുകൾ സ്ട്രോക്ക് വന്ന് മരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 കോടിയിലധികം പക്ഷാഘാത രോഗികൾ ലോകത്തുണ്ടാകുന്നുണ്ട്. ഏകദേശം ഒരു 2 മുതൽ ഒരു 5 വരെ അതായത് 1000 രോഗികൾ എടുക്കുകയാണെങ്കിൽ 25 പേർക്ക് വരെ സ്ട്രോക്ക് വരുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പലപ്പോഴും ഇത് TIA ആയിട്ട് വരും, ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് അല്ലെങ്കിൽ മിനി സ്ട്രോക്ക്. ഇത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാതാവുക, കൈയിനോ കാലിനോ വിലക്കുറവ് വരിക, നടക്കാൻ പറ്റാതാവുക. ഇത് വന്നു കഴിഞ്ഞാൽ പല ആളുകളും വിചാരിക്കും ഇത് താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമല്ലേ, അതൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇത് റീക്കറൻസ്, വീണ്ടും ഇത് സ്ട്രോക്കിലേക്ക് വരാനുള്ള ചാൻസ് ഏകദേശം 40%. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, മിനി സ്ട്രോക്ക് അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള പക്ഷാഘാതം പോലും ഭാവിയിൽ വലിയ പക്ഷാഘാതമായിട്ട് ഭവിക്കാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, വാക്കുകൾ കിട്ടാനുള്ള വിഷമങ്ങൾ, ബാലൻസ് കുറയുക, കാഴ്ചക്കുറവ് വരിക, അല്ലെങ്കിൽ കയ്യിന് വരുന്ന വിലക്കുറവ്, കാലുണ്ടാകുന്ന വിലക്കുറവ്, ചിരി കൂടിപ്പോവുക, ഇതുപോലത്തെ ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അത് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചികിത്സാ വിധികൾ നേടേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.